ഹലോ ഫ്രണ്ട്സ്. ഇത് നമുക്ക് കടയിൽ സർവീസിന് വന്ന ഒരു പവർ ടൂൾസിന്റെ ചാർജറാണ്. ഇതൊന്നല്ല, ഇതുപോലത്തെ ഒരു 3 നമുക്ക് ഒന്നിച്ച് സർവീസിന് വന്നിട്ടുണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ നമ്മൾ സർവീസ് എടുക്കുകയും ചെയ്തു. ഇനിയിപ്പം ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 21 വോൾട്ട്, 21.5 വോൾട്ട്. ഇപ്പോഴത്തെ വരുന്ന മിക്ക പവർ ടൂൾസിന്റെ ചാർജറെല്ലാം ഈ വോൾട്ട് തന്നെയാണ്. പക്ഷെ ഇതൊരു ഇച്ചിരി ക്വാളിറ്റിയാന്ന് തോന്നുന്നു, ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം. ഇതിന്റെ ലൈറ്റ് ഒന്നും കത്തുന്നില്ല, സെറ്റ് പൂർണ്ണമായിട്ടും ഡെഡ് ആണ്. ഇതിപ്പം ഈ ആംബിയറിലുള്ളത് വാങ്ങിക്കാൻ കിട്ടുന്നില്ലെന്നാ പറഞ്ഞത്. ഇനി വാങ്ങിച്ചാൽ തന്നെ അത്ര ലാസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഈ കസ്റ്റമർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് 3 ഉള്ളതുകൊണ്ട് അവർ റെഡിയാക്കാനായിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്. നമുക്കൊന്ന് അഴിച്ചു നോക്കാവേ. ഓക്കെ, ചാർജർ ഞാൻ അഴിച്ചേ. ഇതിനകം ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ലൊരു ചാർജറാണ്. നല്ലൊരു എന്നാ പറയുന്നത്, ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ ഈ ഭാഗമൊക്കെ അങ്ങ് എനിക്ക് തോന്നുന്നു ഈ കപ്പാസിറ്റർ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നേ. ഇവിടെ അങ്ങ് എന്തോ പോലെ ഇരിപ്പുണ്ട്. പിന്നെ 2 ആംപിയർ, 2 ഡയോഡ്, 2 കപ്പാസിറ്റർ, ഒപ്റ്റോ ഉള്ള ഒരു നല്ലൊരു ചാർജറാണ്. അതായത് ഫുൾ ചാർജ് കട്ട് ഓഫും എല്ലാം ഉള്ളതായത്. അതുകൊണ്ട് തന്നെ ഇത് റെഡി ആക്കേണ്ടത് ഒരാവശ്യമാണ്. കാരണം വെച്ചാൽ ഈ ചാർജർ ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ അങ്ങനെ കിട്ടുകയില്ലെന്ന് ഈ കസ്റ്റമർ എന്നോട് പറഞ്ഞു. എനിക്കറിയത്തില്ല അങ്ങനെ കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും കസ്റ്റമർ പറഞ്ഞു ഇതങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നില്ല, റെഡിയാക്കിയതിന്. പുള്ളിക്കാരൻ അത് 3 കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടോ, അടുത്ത വേറെ കണ്ടോ, വേറെ ഉണ്ട്. ഇങ്ങനത് 3 ഉണ്ട്. അതുപോലെ ഞാനിത് കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു, സപ്ലൈ കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു. ഫ്യൂസ് ഒന്നും പോയിട്ടില്ല. ഈ സപ്ലൈ കണക്ട് ചെയ്ത സമയത്ത് ഇതുണ്ട്, ഈ കപ്പാസിറ്ററിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് ഒരു സ്പാർക്ക് അടിച്ചായിരുന്നേ. അതുകൊണ്ട് ഇനിയിപ്പം നമുക്കത് സപ്ലൈ കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്യാതെ നമുക്ക് ഈ കംപ്ലൈൻറ്റ് മാറ്റി കഴിഞ്ഞിട്ടേ അത് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കത്തി ചിലപ്പം ഈ ഭാഗങ്ങളെ കംപ്ലൈൻറ്റ് വരാൻ, IC ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ IC പോയി കാണാൻ സാധ്യതയില്ല. എന്തായാലും ഈ കപ്പാസിറ്റർ നമുക്ക് എടുത്ത് നോക്കാം. എടുത്ത് നോക്കിയിട്ട് അതിനടിവശമൊക്കെ നോക്കി ബാക്കി ചെയ്യാം. ഇതുണ്ടോ, കപ്പാസിറ്റർ പോയി നിൽക്കുക. കപ്പാസിറ്ററിൻ്റെ ഒരു കാല് പോയി നിൽക്കുക. അന്നേരം ഇപ്പോൾ ഈ കപ്പാസിറ്റർ മാറണം. ആ കൂട്ടത്തിൽ തന്നെ എന്നാ പറയുന്നത്, ICയുടെ ഈ ബോർഡിൻ്റെ ഭാഗമെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യണം. കപ്പാസിറ്റർ പൊട്ടി അതിനകത്ത് ലിക്വിഡ് അവിടെ വീണതാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പുതിയൊരു കപ്പാസിറ്റർ നോക്കാവേ. അതുപോലെ ഇവിടെ ഒരു വേറെ കപ്പാസിറ്റർ ഉണ്ട്, 101 തോന്നുന്നു, 101 102 1 kV. അതും കൂടെ നമുക്കൊന്ന് എടുത്ത് മാറിയേക്കാം. ഇതുണ്ട്, ആ കപ്പാസിറ്റർ എടുത്ത ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടുന്ന് സ്പാർക്ക് ചെയ്ത് ബോർഡ് കത്തി ആ ഭാഗം കരിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത് ഇടാൻ പറ്റത്തുള്ളൂ. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ 102 നമുക്ക് ഇതിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്യാം. പുറത്ത് ഫിറ്റ് ചെയ്യുവാണെങ്കിൽ ആ പ്രശ്നം മാറും. എന്നിട്ട് ഇവിടെ ഈ പ്രിൻ്റല്ല, ഈ ബോർഡിൻ്റെ ഭാഗം കുറച്ചങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അങ്ങനെ റെഡിയാക്കാം. എന്നിട്ട് ഈ കപ്പാസിറ്ററും കൂടെ ഇട്ട് നോക്കാം. ഓക്കെ, നമ്മളതിൻ്റെ കപ്പാസിറ്റർ മാറി. അതുപോലെ ഡിസ്ക് കപ്പാസിറ്റർ മാറി. കപ്പാസിറ്റർ നമ്മളിങ്ങനെ പുറത്തൂടെ സോൾഡർ ചെയ്തേ. കാരണം വെച്ചാൽ ഇവിടെ ഇന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സ്പാർക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ വോൾട്ടേജ് നമുക്കൊന്ന് മീറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. അത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടേ. ഇതാണ് അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ലൈന്. കണ്ടോ, 21.6 വോൾട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പവർ സപ്ലൈ റെഡി ആയിട്ടുണ്ട്. ഈ പവർ സപ്ലൈ നമ്മളൊന്ന് സ്ക്രൂ ചെയ്യുവാണ്. അതിൻ്റെ സ്ക്രൂ മറ്റേ സ്റ്റാർ ഹെഡ് മറ്റേ ഫിലിപ്സിൻ്റെ സ്ക്രൂ ആണ്. പഴയ ഫിലിപ്സിൻ്റെ TVക്ക് വരുന്നുണ്ട്, CRT TVക്ക് വരുന്നത്, ആ സെയിം സ്ക്രൂ ആണ്. സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇതിങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള പവർ സപ്ലൈ പലർക്കും സർവീസിനൊക്കെ വരാറുണ്ട്. സാധാരണ ഈ ചാർജറൊക്കെ ആകുമ്പോഴത്തേനും ആരും സർവീസിന് എടുക്കുകയില്ല. സർവീസിനെടുക്കാതെ റിജക്റ്റ് ചെയ്യും. അതായത് ഇത് പറ്റുകയില്ല, ചാർജർ സർവീസ് ഇല്ല എന്നും പറഞ്ഞ് എല്ലാവർക്കും എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിങ്ങനെ ചില കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമല്ലോ, അവർ വേറെ ഒരു ആശ്രയമില്ലാതെ വേറെ ആരും ശരിയാക്കി കൊടുക്കാതെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ കൊണ്ടുവരും. അന്നേരം അത് നമ്മൾ പറ്റുന്നതാണ് റെഡിയാക്കി കൊടുക്കുക. അതുപോലെ ആ സാധനത്തിൻ്റെ അവൈലബിലിറ്റി, ആ സാധനം ലഭ്യമല്ലാതെ വന്നു കഴിഞ്ഞാലും അവർക്ക് റെഡിയാക്കേണ്ടത് ആവശ്യമാണ്.
അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ എടുക്കുക. ഇത് ഇപ്പം മുണ്ടക്കത്തെ ഒരു പ്രമുഖ കടയിൽ നിന്ന് ഒന്നല്ല 2 കടയിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്നതാണ്. ഇനിയിപ്പോൾ ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെ അടുത്ത കംപ്ലയിൻറ്റ് അടുത്ത ഇതുമായിട്ട് വരും, അടുത്ത ഐറ്റമായിട്ട് വരും. നമ്മളിപ്പോൾ ചെറിയ വർക്കുകൾ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെ വലിയ വർക്കുകൾ മാത്രമേ ചെയ്യുള്ളൂ, കൂടുതൽ പൈസ കിട്ടുന്ന മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എല്ലാ ടെക്നീഷ്യന്മാരോടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അന്നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഇതുപോലുള്ള ഈ സർവീസിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാർജർ സർവീസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.